blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ പാഷൻ വീക്ക് എപ്പിസോഡുകൾ എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ ഈ ടെലികാസ്റ്റിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവരും ചേർന്ന് ലോകം എമ്പാടുമുള്ളവർ ആത്മാർത്ഥ ഹൃദയത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് പാലക്കാട് നിന്നുള്ള രജത് സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മോന് ഓട്ടിസത്തിൽ നിന്നും പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാവിയിലേക്കുള്ള അനുഗ്രഹങ്ങൾ ആ പൈതലിൻ്റെ മേലങ്ങ് ചൊരിയണമേ. ആ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് മദർ ലീലാവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഒരു വീട് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ കുന്നംകുളത്തു നിന്നുള്ള റീഗൻസി തമ്പിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ റീഗനെ അനുഗ്രഹിക്കുന്നു. തനിക്ക് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകണമേ. നല്ല ഒരു ഭാവി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ കൊല്ലത്തു നിന്നുള്ള സുഷമയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. തന്നെയും തൻ്റെ ഭർത്താവിനെയും കർത്താവെ ആരോഗ്യം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. അവർ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 2 മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളുടെ മേൽ ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും ജോലിയിലെ നന്മകളും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങൊരു അത്ഭുതം അക്കാര്യത്തിൽ ചെയ്യണമേ. അവരുടെ സ്ഥലത്തിൻ്റെ വിൽപ്പനയ്ക്കായും പ്രാർത്ഥിക്കുന്നു. നല്ല വിലയ്ക്ക് അത് വിൽക്കുവാൻ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ റീഗൻ. അതുപോലെ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത എല്ലാവരെയും കർത്താവ് ഒത്തിരി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് ബുധനാഴ്ചയാണ്. 2000 വർഷങ്ങൾക്കും ഈ ബുധനാഴ്ച എന്ത് സംഭവിച്ചു? ഭൂമിയുടെ ഏകദേശം മിഡിൽ ഈസ്റ്റിലുള്ള മധ്യഭാഗത്തുള്ള പലസ്തീനിൽ ദൈവപുത്രൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക്, ദിവസങ്ങളിലേക്ക് വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വിവിധ സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും വചനഭാഗങ്ങളിൽ നിന്നും കോർത്തിണക്കി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് നൽകിയ ഒരു സന്ദേശമാണ്. നിങ്ങളുടെ കയ്യിൽ, ചിലരുടെയൊക്കെ കയ്യിൽ എൻ്റെ നോട്ട്സ് കാണും. അതെടുത്ത് ഈ ദിവസങ്ങൾ നോക്കുക. പുതുതായി ഇത് കേൾക്കുന്നവർ നിങ്ങൾ സെർമൺ നോട്ട് കീപ്പറിലും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ നോട്ട്ബുക്കിൽ അത് എഴുതി നന്നായി അതിനെ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുക. ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തിങ്കളാഴ്ച ദിവസം നടന്ന സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് രാവിലെയാണ് ജെറുസലേമിലേക്ക്, ദേവാലയത്തിലേക്ക് പോകുന്ന യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നത്. അതിനുശേഷം താൻ ദേവാലയത്തിൽ എത്തിച്ചേരുന്നു. അന്നത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടു. ചൊവ്വാഴ്ച ദിവസം രാവിലെ ആ അത്തിവൃക്ഷം ഉണങ്ങിയതായി കണ്ടു. അന്ന് വൈകിട്ട്, ചൊവ്വാഴ്ച അഥവാ ഇന്നലെ വൈകിട്ട് ആണ് മറിയ യേശുവിൻ്റെ ശിരസിലേക്ക് വളരെ വിലപിടിച്ച പെർഫ്യൂം ഒഴിച്ച് തന്നെ അഭിഷേകം ചെയ്തത്. ഇതെല്ലാം നമ്മൾ കണ്ടു. ബഥാനിയിൽ യേശു രാപാർത്തു. എന്നാൽ ബുധനാഴ്ച രാവിലെ തുടങ്ങി എന്തെല്ലാം സംഭവിക്കുന്നു, അതിനുള്ള ചില റെഫറൻസുകൾ ദയവായി എഴുതിയെടുത്താലും. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ
എല്ലാ ദിവസവും യേശു ദേവാലയത്തിൽ, ഈ ദിവസങ്ങളെല്ലാം യേശു ദേവാലയത്തിൽ വരികയും ശിഷ്യന്മാരെ, തൻ്റെ അടുക്കൽ വരുന്ന ജനങ്ങളെയും അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ ചില ദിവസങ്ങളിൽ അദ്ദേഹം ഒലിവ് മലയിലേക്ക് പോയി അവിടെ പ്രാർത്ഥനയിൽ അദ്ദേഹം ചെലവഴിച്ചു. പ്രഭാതമാകുമ്പോൾ വീണ്ടും ജനങ്ങൾ ഒത്തിരി തൻ്റെ അടുക്കൽ വരും. ഇങ്ങനെ ഈ ദിവസങ്ങൾ, പല ദിവസങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല, ഈ ബുധനാഴ്ച ദിവസത്തെ പ്രധാന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെയുള്ള ഭാഗം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി എടുത്ത് നോക്കുക, നോട്ട്ബുക്കിൽ ഈ വാക്യങ്ങൾ കുറിച്ചെടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ആ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു വരികയായിരുന്നു. മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും ജനത്തെ ഭയപ്പെടുക മൂലം യേശുവിനെ കൊന്നുകളയുവാനുള്ള മാർഗമെന്തെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. സോ ദർ ഈസ് എ പ്ലോട്ട് ഗോയിങ് ഓൺ പാരലലി. യേശുവിടെ ടീച്ചിങ് മിനിസ്ട്രി നടത്തുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നത് എല്ലാം ചെയ്യുമ്പോൾ തന്നെ യേശുവിനെ കൊന്നുകളയുവാനുള്ള ഒരു ഗൂഢാലോചന, അത് ചെയ്യുന്നത് ആ ദേശത്തിലെ ഇസ്രായേലിലെ പാപികളല്ല, ദുഷ്ടന്മാരല്ല, അവിടുത്തെ മതനേതാക്കന്മാർ, പള്ളിയിലെ മുഖ്യ പുരോഹിതൻ, വേദജ്ഞർ, സ്ക്രൈബ്സ്, ഫാരിസീസ്, സാജുസീസ് പോലെയുള്ള അന്നത്തെ മതത്തിൻ്റെ തീക്ഷ്ണമായി നിൽക്കുന്ന വ്യക്തികൾ. അവരാണ് യേശുവിനെതിരെ കൊന്നുകളയുവാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ വാക്യം. അപ്പോൾ 12 ഒരുവനായ ഇസ്കര്യോത്ത യൂദയിൽ സാത്താൻ പ്രവേശിച്ചു. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതുവരെ യേശുവിൻ്റെ ചുറ്റും എന്നും കഴിഞ്ഞ 3.5 വർഷമായി നടക്കുന്ന 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ, ജൂഡസ് ഇസ്കാരിയോട്ട് എന്നറിയപ്പെടുന്ന ആ വ്യക്തി, അവൻ്റെ അകത്ത് സാത്താൻ പ്രവേശിച്ചു. യൂദ മുഖ്യ പുരോഹിതന്മാരുടെയും ദേവാലയത്തിലെ പടനായകന്മാരുടെയും അടുക്കൽ ചെന്ന് യേശുവിനെ എങ്ങനെ ഒറ്റിക്കൊടുക്കണമെന്ന് അവരുമായി ആലോചിച്ചു. സോ 12 ഡിസൈപ്പിൾസിൽ ഒരാളായ യൂദയും യേശുവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഈ ദേവാലയത്തിലെ പടനായകന്മാർ, മുഖ്യപുരോഹിതന്മാർ, അവരുടെ എല്ലാ അടുക്കൽ ചെന്ന് ഒരുമിച്ചിരുന്ന് കൂടിയാലോചിക്കുക. ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് യൂദ യേശുവിൻ്റെ ടീമിലുണ്ട്, യേശുവിൻ്റെ മിനിസ്ട്രി നടക്കുമ്പോൾ അവിടെയുണ്ട്. പക്ഷെ ചില സമയത്ത് യൂദയെ കാണുകയില്ല. ഇടയ്ക്ക് ജീസസിൻ്റെ മീറ്റിംഗ്സിൽ നിന്നും ടീച്ചിങ് സെഷനുകളിൽ നിന്നും സ്കിപ്പ് ചെയ്ത് യൂദ ഓടിച്ചെന്ന് മഹാപുരോഹിതന്മാരുമായി ചില ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക. അവർ സന്തോഷിച്ച് അയാൾക്ക് പണം കൊടുക്കാൻ സന്നദ്ധരായി. അയാൾ അതിന് സമ്മതിച്ചു. ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ യേശുവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കം നോക്കിപ്പോന്നു. ഇവിടെ ഡിസ്കഷൻ നടക്കുക, ഒരു വലിയ ബാർഗെയിൻ നടക്കുക. ഈ ബാർഗെയിനിൽ പുരോഹിതന്മാർ യൂദയോട് ചോദിക്കുന്നു. യൂദ യേശുവിനോട് വളരെ അടുത്ത മനുഷ്യനാണ്, തൻ്റെ 12 പേരിൽ ഒരാളാണ്. യൂദയോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് തന്നാൽ നീ നിൻ്റെ ഗുരുവിനെ കാണിച്ചു തരും, യേശുവിനെ കാണിച്ചു തരും? അവർ പല എമൗണ്ടുകൾ പറഞ്ഞു കാണും. ഒരുപക്ഷെ ആദ്യം അവർ 5 വെള്ളിക്കാശ് തരാം, നീ കാണിച്ചു തരാം. നോ. യൂദ പറഞ്ഞു, 5 വെള്ളിക്കാശ് ഇന്നത്തെ കാലത്ത് എന്തിനുണ്ട്? ഒന്നിനുമില്ല. അപ്പോൾ അവർ അല്പം കൂടെ റേറ്റ് കൂട്ടി 10 വെള്ളിക്കാശ് തരാം, നീ നിൻ്റെ നാഥനെ കാണിച്ചു തരാമോ? യൂദ പറഞ്ഞു, 10 വെള്ളിക്കാശ് ഇന്നത്തെ കാലത്ത് എന്തിനുണ്ട്? ആർക്കും സാധിക്കാത്ത ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഇല്ലെങ്കിൽ ഉടനെ അവർ അല്പം കൂടി 15, 20 വെള്ളിക്കാശ്. നോ, യൂദ സമ്മതിക്കുക. 25 വെള്ളിക്കാശ് തരാം, സമ്മതിച്ചില്ല. 30 വെള്ളിക്കാശ് തരാം. യൂദയുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. ഗുഡ്, 30 വെള്ളിക്കാശാണെങ്കിൽ ഓക്കെ,
അങ്ങനെ അവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നു. ജനക്കൂട്ടം അധികമില്ലാത്തൊരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് അറിവ് തരും. ആ സമയത്ത് പടയാളികളുമായി ആയുധങ്ങളുമായി വന്ന് ഞാൻ ചുംബനം കൊണ്ട് കാണിച്ചു തരുന്ന യേശുവിനെ നിങ്ങൾക്ക് ആ സമയത്ത് അറസ്റ്റ് ചെയ്യാം. അവർ തമ്മിൽ ധാരണയായി ആ എഗ്രിമെൻറ്റുകൾ ഒപ്പുവയ്ക്കുക. യേശുവിനോടൊപ്പം നടന്ന് അനേകരെ സൗഖ്യമാക്കിയ, ഒരുപക്ഷെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച, അനേക ഭൂതങ്ങളെ പുറത്താക്കിയ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശുശ്രൂഷ ചെയ്ത, ദൈവരാജ്യം പ്രസംഗിച്ച യൂദ യേശുവിനെതിരെ തിരിഞ്ഞ് തന്നെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുവാനുള്ള കരാറിൽ ഒപ്പുവെക്കുക. ഇവിടെ ഞാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പഠനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, യൂദ നമുക്കറിയാം നാളെ രാത്രിയിൽ, വ്യാഴാഴ്ച ദിവസം രാത്രിയിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കും. അതിനുശേഷം ഈ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് യേശുവിനെ തള്ളിപ്പറയും. 12 ശിഷ്യന്മാരിൽ 2 പേർ, ഒരാൾ ഒറ്റിക്കൊടുക്കുന്നു, ഒരാൾ തള്ളിപ്പറയുന്നു. ഇങ്ങനെ ഒരാളെ ഞാൻ അറിയുകയേയില്ല, പത്രോസ്. എന്നാൽ സംഭവിക്കുന്നത്, ഇതിൻ്റെ കോൺസിക്വൻസ്, ഇതിൻ്റെ അവസാനം എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, ഒന്ന്, യൂദ അതിനുശേഷം എന്നും എന്നേക്കുമായി നശിച്ചു പോകുന്നു. താൻ കെട്ടി തൂങ്ങി ചത്ത് തന്നെ ആത്മഹത്യ ചെയ്ത് എന്നും എന്നേക്കുമായി യേശുവിൽ നിന്നും മാനസാന്തരപ്പെടാതെ അകന്നു പോകുന്നു. പത്രോസ് ആകട്ടെ ഏതാണ്ട് തത്തുല്യമായ, ഇതിനോട് തുല്യമായ ഒരു പാപം ചെയ്തിട്ടും താൻ തിരിച്ചു വന്ന് അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രധാനിയായി മാറുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ്? വേർ ഈസ് ദ ഡിഫറൻസ്? ഇതിൻ്റെ ഒരു പഠനം വളരെ ഷോർട്ടായി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യം യൂദായെ നമുക്കൊന്നെടുക്കാം. യൂദായിൽ സാത്താൻ കയറി എന്ന് അവിടെ വ്യക്തമായി നമ്മളിപ്പോൾ വായിച്ചു. എന്തുകൊണ്ട് സാത്താൻ കയറി നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ബൈബിൾ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ഹി വാസ് എ തീഫ്. താൻ കള്ളനായിരുന്നു. നമ്മൾ വിചാരിക്കും പെട്ടെന്നൊരു നിമിഷം ഈ യൂദ ഇങ്ങനെ ഇരിക്കുമ്പോൾ സാത്താൻ അങ്ങ് വന്ന് കയറി, പുള്ളി അറിഞ്ഞില്ല, പുള്ളിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചു. നോ 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 നോ. സാത്താൻ കയറിയെങ്കിൽ അതിൻ്റെ അർത്ഥം എ ഡോർ വാസ് ഓപ്പൺ. തൻ്റെ വ്യക്തിത്വത്തിലേക്ക്, തൻ്റെ ആത്മാവിലേക്ക്, തൻ്റെ ജീവിതത്തിലേക്ക് സാത്താൻ പ്രവേശിക്കത്തക്ക രീതിയിൽ ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു. വാതിൽ തുറന്നു കിടക്കാതെ സാത്താൻ പ്രവേശിക്കുകയില്ല. എന്തായിരുന്നു ആ വാതിൽ? നമുക്കറിയാം, ഹി വാസ് ദ ഫൈനാൻസ് മാനേജർ ഓഫ് ജീസസ് മിനിസ്ട്രി ടീം. യേശുവിൻ്റെ മിനിസ്ട്രി ടീമിൽ ഒത്തിരി പണം വരുമായിരുന്നു. ധാരാളമായി ജനം ദാനധർമ്മങ്ങൾ കൊടുക്കുമായിരുന്നു. യേശുവിനും തൻ്റെ ശിഷ്യന്മാരുടെ യാത്ര ചെലവ്, ഭക്ഷണം, ഇതിനെല്ലാം ആവശ്യമായി അനേകർ കൊടുക്കുമായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ വ്യക്തമായി കുറേ അധികം പേർ വസ്തുവകകൾ വരെ വിറ്റ് യേശുവിൻ്റെ മിനിസ്ട്രി ടീമിലേക്ക് പണം കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. എന്നാൽ ജൂഡസ് ആയിരുന്നു അതിൻ്റെ ട്രഷറർ, അല്ലെങ്കിൽ ഈ പണം മുഴുവൻ, പണസഞ്ചി മുഴുവൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. യേശു അറിയാതെ, മറ്റ് ശിഷ്യന്മാരറിയാതെ, ആരും അറിയാതെ കള്ളക്കണക്കെഴുതി, ഇന്നത്തെ ഭാഷയിൽ ഞാൻ പറയാം, കള്ളക്കണക്കെഴുതി അനവധി പ്രാവശ്യം താൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഇതിൽ നിന്നും മാറ്റിയിരുന്നു. സുവിശേഷ പ്രവർത്തനത്തിലുള്ള കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള പണത്തിൽ നിന്നും യൂദ മോഷ്ടിച്ചിരുന്നു. വ്യക്തമായി യോഹന്നാൻ 12:6 പറയുന്നു, താൻ കള്ളനായിരുന്നു, കളവ് ചെയ്യുമായിരുന്നു, മോഷ്ടിക്കുമായിരുന്നു. ആ പാപം തന്നിൽ ഉണ്ടായിരുന്നുകൊണ്ട് സാത്താന് കയറുവാൻ ഒരു ഡോറ് ലഭിച്ചു. മാത്രമല്ല, ഈ യൂദയെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ ഇതിനു മുമ്പേ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 109 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതനുസരിച്ച്, ഹി ലവ്ഡ് കേഴ്സിങ്. അവൻ എപ്പോഴും ശപിക്കുകയും പ്രാകുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എപ്പോഴും താൻ ശപിക്കുമായിരുന്നു, പ്രാകുമായിരുന്നു. ഇറ്റ് വാസ് എൻ ഓപ്പൺ ഡോർ ഫോർ സൈറ്റൻ ടു എൻറ്റർ ഇൻ ഹിം. ആ വാക്യങ്ങൾ പിന്നീട് നിങ്ങൾ വായിക്കണം. കൂടാതെ ഒരുപക്ഷെ യൂദ ചിന്തിച്ച് കാണും, ഞാൻ ഒത്തിരി പ്രാവശ്യം ഇതുപോലെ പണസഞ്ചിയിൽ നിന്നും പണം എടുത്തിട്ടുണ്ട്, ഇതുവരെ എന്നെ ആരും പിടിച്ചിട്ടില്ല. ഇതിപ്പോൾ പണസഞ്ചിയിൽ നിന്ന് പോലുമല്ല, വേറൊരാൾ തരുന്ന പൈസയാണ്, അത് ഞാൻ വാങ്ങുന്നു, 30 വെള്ളിക്കാശ് ഞാൻ വാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം ഒരുപക്ഷെ തനിക്ക് ഉറപ്പുണ്ടായിരിക്കും, യേശുവിനെ ആർക്കും പിടിക്കാൻ സാധ്യമല്ല.
ഇതിനും അനേക പ്രാവശ്യം യേശുവിനെ കൊല്ലുവാനും പിടിക്കുവാനും പലതിനും പലരും ശ്രമിച്ചിട്ടും യേശുവിനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ട്, യേശുവിനെ ആർക്കും പിടിക്കുവാനോ കൊല്ലുവാനോ സാധ്യമല്ല, താൻ ദൈവപുത്രനാണ്. മറ്റൊന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ച് കാണും, ഇതെല്ലാം എൻ്റെ ഗസ് വർക്കാണ്, അദ്ദേഹം ചിന്തിച്ച് കാണും, അഥവാ യേശുവിനെ കൊന്നാൽ പോലും താൻ ഉയർത്തി നിൽക്കും. കാരണം അനേക പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഈ പള്ളി പൊളിപ്പിൻ, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയും. പല രീതിയിൽ യേശു ഉപമകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. തനിക്ക് ജീവനെ കൊടുക്കുവാനും തിരിച്ചു പ്രാപിക്കാൻ എല്ലാ അധികാരമുണ്ട്. അഥവാ മരിച്ചാലും യേശു ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് യേശുവിൻ്റെ കാര്യത്തിൽ ഹിസ് ലൈഫ് ഇസ് ഇൻഷുവേർഡ്. പക്ഷേ അതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ഇതാരും അറിയാതെ 30 വെള്ളിക്കാശ് ലാഭം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തനിക്ക് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ താൻ ചിന്തിച്ചത്. എനിവേ, യൂദ തൻ്റെ ക്യാരക്ടറിൽ വലിയ സാരമായ, യേശുവിനോടൊപ്പം നടന്നിട്ടും യഥാർത്ഥ മാനസാന്തരം തനിക്ക് വന്നില്ല. താൻ മാനസാന്തരപ്പെടാതിരുന്നത് കൊണ്ടും പാപങ്ങളിൽ ജീവിച്ചതുകൊണ്ടും സാത്താന് തന്നിൽ ഇടം ലഭിച്ചു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നു. ഇനി നമുക്ക് പത്രോസിൻ്റെ കാര്യം എടുക്കാം. പത്രോസും യൂദ ചെയ്തതുപോലെ തന്നെ ചില പാപങ്ങൾ ചെയ്തു. തൻ്റെ ജീവിതത്തിൽ താൻ കള്ളം പറഞ്ഞു, അറിയുകയില്ല, യേശുവിനെ അറിയുകയില്ല എന്ന് ആണയിട്ട് താൻ പറഞ്ഞു. താനും പ്രാഗി ശപിച്ചു. ഇതെല്ലാം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലും അനവധി തെറ്റുകളുണ്ടായി, എടുത്തിയാട്ടങ്ങളുണ്ടായി. എങ്കിലും തനിക്കൊരു തിരിച്ചുവരവുണ്ടായി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലുമെല്ലാം നിരവധി തെറ്റുകൾ സംഭവിച്ചേക്കാം. ബട്ട് വി ക്യാൻ കം ബാക്ക്, വി ക്യാൻ റിപ്പന്റ്. എനി ടൈം വി റിപ്പന്റ്, ജീസസ് ഈസ് റെഡി ടു റിസീവ് അസ്. എന്നാൽ യൂദായുടെ ജീവിതത്തിൽ റിപ്പൻറ്റൻസ് ഉണ്ടായില്ല. There was regret and remorse, but no repentance. താൻ ഒരുപക്ഷെ അതിനെ ഓർത്ത് ഖേദിച്ച് കാണും. But that was not a godly sorrow, it was a worldly sorrow. ദുഃഖം 2 തരത്തിലുണ്ട്. ദൈവികമായൊരു ദുഃഖമുണ്ട്, ഓർത്ത് അനുദപിച്ച് ഹൃദയനുറുക്കത്തോടെ ദൈവത്തിലേക്ക് മടങ്ങുന്നൊരു ദുഃഖം. ലൗകികമായൊരു ദുഃഖമുണ്ട്. ആ ദുഃഖം മരണത്തിൽ അവസാനിക്കും, ദൈവത്തിൽ നിന്ന് അകന്നു പോകും, സ്വയം നാശത്തിലേക്ക് പോകും. പത്രോസിൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ തെറ്റ് എന്ന് പറയുന്നത്, പീറ്റർ വാസ് എ ഹൈപ്പർ. എല്ലാത്തിനും എടുത്ത് ചാടി ബ്ലണ്ടായി എല്ലാം വിളിച്ചു പറയുന്നൊരു സ്വഭാവം. ഹി വാസ് എ ബോൺ ലീഡർ. എവിടെ നോക്കിയാലും ഹി വാസ് ഇൻ ദ ലീഡ്. ഹി വാസ് എ ബോൺ ലീഡർ. ഹി വാസ് എ ബിഗ് ബിസിനസ് മാൻ. ഹി വാസ് എ ബിഗ് ഫിഷർമാൻ. വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. എല്ലാത്തിൻ്റെയും ലീഡ് തനിക്കായിരുന്നു. എന്നാൽ തനിക്ക് പറ്റിയ തെറ്റ്, താൻ ജഡത്തിൽ അല്ലെങ്കിൽ സ്വയശക്തിയിൽ കാര്യങ്ങൾ ചെയ്യാൻ താൻ ആഗ്രഹിച്ചു, താൻ ശ്രമിച്ചു. അവിടെയാണ് പത്രോസിന് പറ്റിയ പരാജയം. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ആശ്രയത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സ്വയശക്തിയിലും തൻ്റെ ഫ്ലഷിൽ താൻ പലതും ചെയ്യാൻ ശ്രമിച്ചു. അവിടെ താൻ പരാജയപ്പെട്ടു. എന്നാൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞ് ബൈബിൾ വായിക്കും, താൻ അതിദുഃഖത്തോടെ താൻ മാറി നിന്ന് കരയാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് റിപ്പൻറ്റിങ്, ഹി സ്റ്റാർട്ടഡ് ക്രൈങ്. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു പത്രോസുമായി ആ ഗലീല കടലിൻ്റെ തീരത്ത് വെച്ച് കാണുമ്പോൾ, യോഹന്നാൻ 21 അധ്യായം മുഴുവൻ വായിക്കണതിൻ്റെ 15, 16, 17, 18 ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, യേശുവിനെ അഭിമുഖം കണ്ട് താൻ സംസാരിക്കുമ്പോൾ തനിക്ക് പറ്റിയ തെറ്റ് തനിക്ക് മനസ്സിലായി. യേശു തന്നോട് ചോദിക്കുന്നു, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു? ഇതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യം യേശു പത്രോസിനോട് ചോദിക്കുമ്പോൾ ഹി വാസ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ. യൂദായും പത്രോസും തമ്മിലുള്ള വ്യത്യാസം, യൂദ 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നെങ്കിലും ഹി ഹാഡ് നോ ലവ് ഫോർ ജീസസ്. ഒരിക്കലും അവൻ യേശുവിനെ സ്നേഹിച്ചിട്ടില്ല,
കൂടെ നടന്നു, പണസഞ്ചി സൂക്ഷിച്ചു, എല്ലാ ട്രാൻസാക്ഷൻസും താൻ നടത്തി, ഒത്തിരി മീറ്റിങ്ങുകൾ നടന്നു, ഒത്തിരി ചാരിറ്റബിൾ വർക്ക് ചെയ്തു, ഒത്തിരി പണം തനിക്ക് വേണ്ടി എഴുതി മാറ്റി. ഇതെല്ലാം താൻ ചെയ്തു. ഒരിക്കലും യേശുവിനെ താൻ സ്നേഹിച്ചില്ല. ബൈബിൾ പറയുന്നു, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അതുകൊണ്ട് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹമാണ് ഏറ്റവും വലുത്. പത്രോസ് ആണെങ്കിൽ അങ്ങനെയല്ല. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ഹിസ് വീക്ക്നെസ്സസ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ആൻഡ് സിൻസ്, ഹി ഫെൽ ഇൻ ലവ് വിത്ത് ജീസസ്. ഒത്തിരി കുറവുകളുണ്ടായിട്ടും താൻ യേശുവിനെ സ്നേഹിച്ചു. ആ ഗലീല തീരത്ത് വെച്ച് അവൻ പറഞ്ഞു, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദാറ്റ് ലവ് റിഡീംഡ് ഹിം. കർത്താവിനുള്ള ആ സ്നേഹമാണ് തന്നെ രക്ഷിച്ചത്. ഈ ബുധനാഴ്ച ഐ ചാലഞ്ച് യു, ഡു യു റിയലി ലവ് ജീസസ്? കർത്താവ് തരുന്ന ദാനങ്ങളോ പണമോ ദൈവം തരുന്ന ഈ ലോകത്തിലെ എന്തിനെങ്കിലുമാണോ സ്നേഹിക്കുന്നത്, അഥവാ യേശുവിനെയാണോ സ്നേഹിക്കുന്നത്? കർത്താവ് തരുന്ന പണത്തെയാണോ സ്നേഹിക്കുന്നത്, യേശുവിനെയാണോ സ്നേഹിക്കുന്നത്? ചെക്ക് യുവർ സെൽഫ്. ഇന്നൊരു തീരുമാനമെടുക്കുക. ഇതെല്ലാം ഉണ്ടായിരിക്കുക, എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി ഞാൻ യേശുവിനെ സ്നേഹിക്കും. അതല്ലെങ്കിൽ യൂദായ്ക്ക് പറ്റിയത് നമുക്ക് സംഭവിക്കാം. പത്രോസിനെ പോലെ എന്ത് വീഴ്ചകൾ വന്നാലും വീണ്ടെടുക്കുവാൻ രക്ഷകനായ യേശു തയ്യാറായി നിൽക്കുന്നു. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഉള്ളിൽ വിശ്വസിക്കുക, യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ജാതിയോ മതമോ പശ്ചാത്തലമോ നോക്കാതെ യേശു എല്ലാവരെയും സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി രോഗസൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ സമയമാണ്. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ കർത്താവെ അങ്ങ് കൈനീട്ടി സൗഖ്യമാക്കണമേ. കിടപ്പിലായിരിക്കുന്ന രോഗികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കട്ടെ. പ്രഷർ വർദ്ധിച്ചിട്ട് തലച്ചോറിൽ എന്തൊക്കെയോ സംഭവിച്ച് വല്ലാതെ ശരീരം തളർന്നുപോയ ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. തലച്ചോറിൽ ഹെമറേജും സ്ട്രോക്കും ഒക്കെ ഉണ്ടായവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗം, കഴുത്ത് മുതൽ താഴേക്കുള്ള വേദനയും അരിച്ചിറങ്ങുന്ന അതിഭയങ്കരമായ വേദനയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റിനകത്തുള്ള ലംബ് മലീഗ്നൻ്റ് ആയിട്ടുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും മാറട്ടെ. HIV പോസിറ്റീവായത് നെഗറ്റീവാകട്ടെ. കുടലിലുള്ള ചില പഴുപ്പുകളും അൾസറുകളും വ്രണങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിലുള്ള ക്യാൻസർ, അതിൻ്റെ മറ്റ് തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവറിയുടെ അകത്തുള്ള സിസ്റ്റുകളും അതുപോലെയുള്ള പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. യൂട്രസിനോടനുബന്ധിച്ചുള്ള രോഗങ്ങളും മുഴകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. മസിലുകളെ ബാധിക്കുന്ന, മസ്കുലാർ സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, വീക്ക്നെസ്സുകൾ, തളർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവെ കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു IVF ചെയ്യണമോ അതോ ഒരു ടെസ്റ്റ് ശിശുവിന് വേണ്ടി പോകണമോ, ഇതൊക്കെ ഇങ്ങനെ വല്ലാതെ പ്ലാൻ ചെയ്ത് വല്ലാതെ വിഷമിക്കുന്ന, പൈസ ഇല്ലാതൊക്കെ വിഷമിക്കുന്ന പലരും, പൈസ ഉണ്ട് പക്ഷെ ഒത്തിരി ചെയ്തിട്ടും ഫലം കാണാത്തവർ, ആ ദാമ്പത്യ ജീവിതങ്ങളെ കർത്താവ് നീ തൊട്ടനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. വിവിധ അലർജികൾ മാറട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും, പ്രശ്നം എന്താണെങ്കിലും കൈനീട്ടി
യേശുവിൽ വിശ്വസിച്ച് ഇപ്പോൾ സ്വീകരിക്കുക. ദൈവിക വിടുതലുകൾ അവരുടെ സ്വന്തമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇല്ല. എന്നാൽ ഈ വെള്ളിയാഴ്ച വളരെ വളരെ സ്പെഷ്യലായ ഗുഡ് ഫ്രൈഡേ സർവീസ് കൊച്ചിയിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ മാത്രമല്ല, എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും രാവിലെ 10 മണി മുതൽ നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ്. തീർച്ചയായും വരണം. അന്നത്തെ ദിവസം വീട്ടിലിരിക്കരുത്. അന്ന് പബ്ലിക് ഹോളിഡേ ആണ്. യു ആർ ഓൾ വെൽക്കം. മാത്രമല്ല, ഈ വരുന്ന ഞായറാഴ്ച പ്രത്യേകമായ ഈസ്റ്റർ സർവീസ് നടക്കുകയാണ് എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും. വന്ന് അനുഗ്രഹം പ്രാപിക്കുക. നാളെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ തുടർച്ചയാണ്. വ്യാഴാഴ്ച ദിവസം, നാളത്തെ ദിവസം 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു കേൾക്കാൻ നിങ്ങൾക്കുള്ളിൽ കൊതി കാണും, ഒരു ക്യൂരിയോസിറ്റി കാണും. ആ ഭാഗങ്ങളൊക്കെ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: തിമോത്തിയോസ് ഏത് ദേശക്കാരനായിരുന്നു? Where was the native place of Timothy? Options: A. Lustra, B. Derba, C. Phrygia, D. Galatia. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.